الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് ഹൂദിലെ 15-16 ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ, ആരെങ്കിലും ഭൗതിക ജീവിതം ഉദ്ദേശിച്ചാൽ, വ സീനത്തഹ, അവിടുത്തെ അലങ്കാരവും അല്ലെങ്കിൽ മോടിയും ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നുവഫി ഇലൈഹിം, നാം അവന് പൂർത്തിയാക്കി നൽകും, അഅ്മാലഹും, അവൻ്റെ പ്രവർത്തനങ്ങളെ അഥവാ പ്രവർത്തന ഫലത്തെ, ഫീഹ, അവിടെ തന്നെ, വഹും, അവർ, ഫീഹ, അവിടെ, ലാ യുബ്ഖസുൻ, കുറവ് കുറക്കപ്പെടുകയില്ല, കുറവ് വരുത്തപ്പെടുന്നവരാവുകയില്ല. ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറത്തി ഇല്ലന്നാർ. ഉലൈക, അവർ, അല്ലദീന, ഒരു വിഭാഗമാണ്, ലൈസ ലഹും, അവർക്കുണ്ടാവുകയില്ല, ഫിൽ ആഖിറത്തി, പരലോകത്ത്, ഇല്ലന്നാറു, നരകമല്ലാതെ, വഹബിത മാ സനഉ, അവർ പ്രവർത്തിച്ചതൊക്കെയും നഷ്ടപ്പെടും, ഫീഹ, അവിടെ, വബാതുലു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെയും നിഷ്ഫലമായിരിക്കും, ബാത്തിലായിരിക്കും. ഒന്നുകൂടെ അർത്ഥം പറയാം. മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ, ആരെങ്കിലും ഐഹിക ജീവിതം, ഭൗതിക ജീവിതം ഉദ്ദേശിച്ചാൽ, വ സീനത്തഹ, അവിടുത്തെ അലങ്കാരവും അല്ലെങ്കിൽ സൗന്ദര്യവും ഉദ്ദേശിച്ചാൽ, നുവഫി ഇലൈഹിം അഅ്മാലഹും ഫീഹ, അവരുടെ പ്രവർത്തന ഫലം നാം അവർക്ക് അവിടെ തന്നെ പൂർത്തിയാക്കി നൽകും. വഹും ഫീഹ ലാ യുബ്ഖസൂൻ, അവർക്ക് അവിടെ കുറവ് വരുത്തപ്പെടുകയില്ല. ഉലൈക അല്ലദീന ലൈസ ലഹും, അക്കൂട്ടർ, അവർക്കില്ല, ഫിൽ ആഖിറത്തി, പരലോകത്ത്, ഇല്ലന്നാറു, തീയല്ലാതെ, നരകശിക്ഷയല്ലാതെ, വഹബിത മാ സ്വനഉ, അവർ ചെയ്തതൊക്കെയും, ഹബിത, നഷ്ടപ്പെട്ടു, പാഴായിപ്പോയി, വബാതിലു മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതൊക്കെയും നിഷ്ഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതാ വിഷയം എന്ന് പറയുന്നത്, ദുനിയാവിലെ ജീവിതത്തിനോട് താല്പര്യം പുലർത്തുക, അതാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ മനുഷ്യന് എന്തെങ്കിലും സൗകര്യം, അലങ്കാരമൊക്കെ കിട്ടിയാൽ, അത് പറഞ്ഞല്ലോ, ഇതിനകത്ത് നിഅമത്ത് കിട്ടിയാൽ എല്ലാ പ്രയാസങ്ങളും തീർന്ന് ഫരിഹും ഫഖൂറാകും എന്ന് പറഞ്ഞല്ലോ, പൊങ്ങച്ചക്കാരനും അഹങ്കാരിയുമാകും എന്ന് പറഞ്ഞു. അവരുടെ നിലപാടാണ് ഇവിടെ ഈ പറയുന്നത്. ദുനിയാവിലെ ജീവിതം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതൊരു ഹദീസ് പറഞ്ഞ വേഗം മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ജീവിതത്തിൽ 3 തരത്തിലുള്ള ആൾക്കാർ ഉയർത്തെഴുന്നേൽപ്പ് നാളിലുണ്ടാകും. ആളുകൾ 3 വിഭാഗക്കാരാകും. ഒന്ന്, വളരെ നിഷ്കളങ്കമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവർ, ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ച് ജീവിച്ചവർ. രണ്ടാമത്തെ വിഭാഗം, പ്രകടനപരത, ആളുകൾ കാണിക്കാൻ വേണ്ടി, റിയാ നമ്മൾ പറയണം, റിയാഇന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേമാതിരി ഭൗതികമായ നേട്ടത്തിന് വേണ്ടി, ദുന്യാവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാവും. ഇവിടെ നേതാവാകണം, ഇവിടെ MLA ആകണം, ഇവിടെ നാട്ടിലെ പ്രമാണിയാകണം,
അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പലർക്കും അള്ളാഹുവിലൊന്നും വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നാട്ടിൽ നല്ല സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ ധാരാളം ഉണ്ടല്ലോ. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാവില്ല. ചിലപ്പോൾ ആളുകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അമല് ചെയ്യാം. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ല ഭക്തനാണ് എന്ന് പറയണം. ആയതിന് വേണ്ടിയുള്ള റിയാ, നമുക്ക് അറിയുന്ന ഒരു സംഗതിയല്ല, പ്രകടനപരത എന്ന ലോകമാന്യം എന്നൊക്കെ ഉണ്ട്. ഈ 3 തരക്കാരെയും അല്ലാഹു തആല പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ അവർക്ക് സത്യമല്ലാതെ പറയാൻ കഴിയില്ല. ഈ പ്രകടനപരത റിയാ അനുസരിച്ച് അമല് ചെയ്തവരോട് അല്ലാഹു തആല ചോദിക്കും, നീ എന്തിനാ ഇബാദത്തൊക്കെ ചെയ്തിരുന്നല്ലോ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കണമല്ലോ. അവന് ചിലപ്പോൾ അള്ളാഹുവിനെ തന്നെ വിശ്വാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയായിരിക്കും. അവൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും, അള്ളാഹ് പറഞ്ഞ മാതിരി ആയിക്കോളണമെന്നൊന്നുമില്ല. പക്ഷെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യും. പള്ളിയിലൊന്നും നിസ്കരിച്ചോളണമെന്നൊന്നുമില്ല. ശരിക്കോ അല്ലെങ്കിൽ നിഷേധിയൊക്കെ ആണെങ്കിലും നിസ്കരിക്കൊന്നുമില്ലല്ലോ. അള്ളാഹു പറഞ്ഞ ആരാധനാ കർമ്മങ്ങൾ ആ രീതിയിൽ നിർവഹിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ പൊതുസേവന രംഗത്ത് സജീവരായിരിക്കും. ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ, ആൾക്കാർക്ക് റോഡുണ്ടാക്കി കൊടുക്കാനോ, അതല്ലെങ്കിൽ രോഗികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനൊക്കെ മുന്നിലുണ്ടാകും. അവർക്ക് അള്ളാഹ് ചോദിക്കും, നീ എന്തിനാ ഇതൊക്കെ ചെയ്തത്? അപ്പോൾ അവർ പറയും, ആളുകളുടെ മുമ്പിൽ ഒരു റിയാ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെനിക്ക് കിട്ടിയല്ലോ, ദുനിയാവിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആളുകൾ എന്നെ അംഗീകരിച്ചിട്ടുണ്ട്, ആളുകൾ കണ്ടിട്ട് സ്വീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് നരകമാണ്, ഇനി നരകത്തിലേക്ക് പോവുക എന്നുള്ള അല്ലാഹു തആല പറയും. അതേമാതിരി തന്നെ ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടും ഏകദേശം സാമ്യമുണ്ട്. ദുനിയാവിലെ നേട്ടങ്ങളും ദുനിയാവിലെ സൗകര്യങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് അമല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോട് ചോദിക്കുക, എന്തായിരുന്നു നിൻ്റെ താല്പര്യം? എനിക്ക് ദുനിയാവിൽ നല്ല സ്ഥാനമാനങ്ങൾ ഉണ്ടാകണം, അതിനു വേണ്ടി ചെയ്തതാണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആൾക്കാരുടെ ഇടയിൽ ഞാനൊരു നേതാവായി മാറണം, ആൾക്കാരുടെ മുമ്പിൽ ഞാനൊരു സാമൂഹ്യ സേവകനാണെന്ന് അറിയപ്പെടണം, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണെന്ന് അറിയപ്പെടണം. അല്ലാഹ് പറഞ്ഞ മാതിരിയുള്ള ഈ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല. അതിലേക്ക് താല്പര്യമില്ല. അയാളോട് എന്തിനാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ആ ദുനിയാവിലെ സൗകര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടിയല്ലോ, എനിക്ക് ദുനിയാവ് തന്നെ കിട്ടി, ഇനി നീ നരകത്തിലേക്ക് പോവുക. പിന്നെയാണ് നിഷ്കളങ്കനായ അടിമയെ വിളിച്ചുകൊണ്ട് എന്തായിരുന്നു ഇബാദത്ത് ചെയ്യാനുള്ള കാരണം? എനിക്ക് അള്ളാഹിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനോടുള്ള നരകത്തിൽ നിന്നുള്ള മുക്തിയും അള്ളാഹിൻ്റെ സ്വർഗത്തിനോടുള്ള താല്പര്യവും ഒക്കെ വെച്ചിട്ട് ഇബാദത്ത് ചെയ്യുക. ശരി, നിനക്ക് സ്വർഗം. അള്ളാഹുവിന് ഇവരുടെ ഉദ്ദേശങ്ങളൊക്കെ അറിയുന്നതോടൊപ്പം അവരോട് തന്നെ ചോദിച്ച് സത്യം പറയിപ്പിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുന്ന അമലുകൾ, അതുപോലെ സീനത്ത് പറഞ്ഞാൽ അവിടുത്തെ അലങ്കാരം, അവിടുത്തെ സൗകര്യങ്ങൾ, അതൊക്കെ കിട്ടണമെന്നും അതൊക്കെ നേടണമെന്നും ഉദ്ദേശിക്കുന്നവൻ നുവഫി ഇലൈഹിം അഅ്മാലഹും, അവൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം നാം അവന് പൂർത്തിയാക്കി നൽകും. ചിലപ്പോൾ ദുനിയാവിലെ ആൾക്കാരുടെ ഇടയിലുള്ള സ്വാധീനമായിരിക്കും, ആൾക്കാരുടെ ഇടയിലുള്ള ആദരവായിരിക്കും, ആൾക്കാരുടെ ഇടയിലെ മഹത്വവും വലിപ്പമായിരിക്കും, ചിലപ്പോൾ നേതൃത്വമായിരിക്കും, ചിലപ്പോൾ അധികാരമായിരിക്കും. അതൊക്കെ നമ്മൾ അവർക്ക് അവിടെ നൽകും. എല്ലാ കർമ്മങ്ങൾക്കും 2 ഫലമുണ്ടെന്ന് നമുക്കറിയാലോ. ഒന്നെന്താണ്? ഒന്ന് ഭൗതികമായി ഉണ്ടാകുന്ന ഫലം, അതെല്ലാവർക്കും ഉണ്ടാവും, വിശ്വാസികൾക്കും കിട്ടും, അവിശ്വാസികൾക്കും കിട്ടും. ഒന്ന് സാമൂഹ്യമായ ഫലം എന്നോ അല്ലെങ്കിൽ ആത്മീയമായ ഫലം എന്നൊക്കെ പറയുന്ന ഇങ്ങനെ 2 ഫലങ്ങളുണ്ട്. അല്ലെങ്കിൽ ധാർമ്മികമായ ഫലം. ഭൗതികമായ ഫലം എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും കിട്ടും. ആ പ്രവർത്തനത്തിന് ചിലപ്പോൾ പേരും പെരുമയും നേട്ടമൊക്കെ അത് വിശ്വാസിയാണെങ്കിലും ഉണ്ടാകും, വിശ്വാസി അല്ലെങ്കിലും ഉണ്ടാകും. സൽക്കർമ്മങ്ങൾ ചെയ്താലും നല്ല കാര്യങ്ങൾ, ആളുകൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ അത് വിശ്വാസിയാവണം, ദുനിയാവിൽ അതിൻ്റെ ഫലം കിട്ടാമെന്നൊന്നുമില്ല. വിശ്വാസി അല്ലെങ്കിലും കിട്ടും. ആളുകളെ അയാൾ അംഗീകരിക്കും, ആളുകളെ ബഹുമാനിക്കും, ആളുകളെയൊക്കെ വോട്ട് കൊടുക്കും, ഒക്കെ ചെയ്യുമല്ലോ. വിശ്വാസിയാണെങ്കിലും അത് തന്നെ, ആളുകളെ അയാൾ അംഗീകരിക്കും. പക്ഷേ വിശ്വാസിയുടെ കർമ്മത്തിന് ഒരു ഫലം കൂടി വരാനുണ്ട്, അത് പരലോകത്ത് കിട്ടണതാണ്, അത് പരലോകത്തുള്ളതാണ്. അതാണ് അതിൻ്റെ ധാർമ്മിക ഫലം എന്ന് പറയുന്നത്. അപ്പോൾ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദുനിയാവ് മാത്രം താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫലം, ഭൗതിക ഫലം, അത് അവർക്ക് ഇവിടെ തന്നെ കിട്ടും. അതിൻ്റെ അപ്പുറം അവർക്ക് ഒരു ഫലം ഇനി പരലോകത്ത് ലഭിക്കാനുള്ളതൊക്കെ ഇവിടെ കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദുനിയാവും അതിലെ അലങ്കാരങ്ങൾ. ഈ അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ, ഇവിടുത്തെ സൗകര്യങ്ങൾ, ഇവിടുത്തെ സ്വാധീനം, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് അമല് ചെയ്യുന്നവർക്ക് നുവഫി ഇലൈഹി, വഫായി വഫി
അതിനുണ്ടായതാണ് വഫാത്ത്, മരണം എന്നുള്ള വാക്കൊക്കെ. നുവഫി ഇലൈഹിം അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് പൂർത്തിയാക്കി നൽകുന്ന എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം? അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലത്തെ, അതിൻ്റെ പ്രതിഫലത്തെ നാം അവർക്ക് പൂർത്തിയാക്കി തന്നെ കൊടുക്കും. ഫീഹ, അവിടെ ദുനിയാവിൽ തന്നെ കൊടുക്കും. വഹും, അവർ ഫീഹ, അവിടെ ലാ യുബ്ഖസൂൻ, കുറവ് വരുത്തപ്പെടുന്നവരാവുകയില്ല. കുറവൊന്നും ഉണ്ടാവില്ല. ദുന്യാവിന്ന് കിട്ടേണ്ട ഫലം അത് ദുന്യാവിന്ന് കിട്ടും. പക്ഷേ അവർക്ക് പരലോകത്തൊന്നും ഉണ്ടാവില്ല. അതാണ് ഇനി പറയുന്നത്. ഉലൈക, അവർ, അല്ലദീന, ഒരു വിഭാഗമാണ്, ലൈസ ലഹും, അവർക്കുണ്ടാവുകയില്ല, ഫിൽ ആഖിറത്തി, പരലോകത്ത്, ഇല്ല നാറു, നരകമല്ലാതെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളുടെയും ഓരോ പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശ്യം എന്താണ്? ഞാൻ 2 സുന്നത്ത് നിസ്കരിച്ചാൽ നിൽക്കുക. അത് എന്തിനാണ്? നമുക്ക് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് സുന്നത്ത് നിസ്കരിച്ചാതെ പോയാലും ഒരു നോക്കൂല, ഇയാൾ സുന്നത്ത് നിസ്കരിച്ചാതെ പോയി, അതൊരു മോശമാവുമല്ലോ. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നവരാണെന്ന് വരണം. അത് റിയാ ആണ്, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്, ഞാൻ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എൻ്റെ സുജൂദൊക്കെ കുറച്ചാണ് നീണ്ടുപോകും. അതെന്തിനാ? എല്ലാവരും നോക്കുകയാണ്, ഇയാൾ നല്ല ഭക്തനാണെന്ന് വരണം. ഇത്തരത്തിലാണ് എങ്കിൽ അവരെ സംബന്ധിച്ച് കൂടിയാണ്. യഥാർത്ഥത്തിൽ 2 വിഭാഗം ആൾക്കാർ, മൂമിനുകളും മൂമിനുകളല്ലാത്തവരുമാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. മൂമിനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ ധാർമ്മിക ഫലം ദുന്യാവിലുണ്ടാകും, അതോടൊപ്പം പരലോകത്തിൽ ലഭിക്കും. മൂമിനുകളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ധാർമ്മിക ഫലം ദുന്യാവിൽ കിട്ടും, പരലോകത്തുണ്ടാവുകയില്ല. ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറത്തി ഇല്ല നാറു, നരകമല്ലാതെ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അമലുകളുടെ പ്രേരണ അതെന്താണെന്ന് നമ്മൾ തന്നെ നിരീക്ഷിക്കണം. എൻ്റെ അമൽ ചെയ്യുന്നതിന് ഇതിനുള്ള പ്രേരണ എന്താണെന്ന് നമ്മൾ നിരീക്ഷിക്കുക. റിയാ ആയി മാറുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് എപ്പോഴും കാവലിനെ ചോദിക്കണം, പൊറുക്കലിനെ ചോദിക്കണം. വഹബിത്വ മാ സ്വനഉ, അവർ ചെയ്ത എല്ലാ, സ്വനഅന വളരെ ആസൂത്രിതമായി ചെയ്യണമെന്നാണ് സുൻഉ അറിയാം. പ്രവർത്തനങ്ങൾ തന്നെയാണ് അർത്ഥം, സ്വനഅന പ്രവർത്തിച്ചു തന്നെയാണ്. പക്ഷേ വളരെ ആസൂത്രിതമായും വളരെ ഭംഗിയായും വളരെ ക്രമപ്രവൃദ്ധമായും വളരെ നിഷ്ഠയോടെയും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് സാധാരണഗതിയിൽ സ്വനഅ എന്ന് പറയാം. ഹബിത്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ വയറ് വീർക്ക്, വിഷച്ചെടിയൊക്കെ തിന്നിട്ട് ദഹനക്കേട് പിടിച്ചിട്ട് വയറ് വീർത്ത്, പ്രത്യക്ഷത്തിൽ നല്ല തടിയും കൊഴുപ്പൊക്കെ ഉണ്ടെന്ന് വയറൊക്കെ വീർത്ത് വന്നിരിക്കണം, വയറൊക്കെ നിറഞ്ഞും തോന്നുമെങ്കിലും അതൊരു രോഗമാണ്. ആ രോഗത്തിൽ ആ ഒട്ടകം ദഹനക്കേട് പിടിച്ച് ചാവുകയാണ് ചെയ്യുക. എന്ന മാതിരി ഹബിത്ത മാസ്വനഉ, അവർ വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ച എല്ലാം പരലോകത്തെത്തുമ്പോൾ നഷ്ടപ്പെട്ടിരിക്കും. ഹുബൂത്ത്, നഷ്ടമായിരിക്കും. ബാത്തിലും, ബാത്തിലാണ് ബാത്തിലായ നമുക്കറിയാലോ, നിഷ്ഫലമാകുക. മാ കാനു യഅ്മലൂൻ, അവർ അമൽ ചെയ്ത എല്ലാ പ്രവർത്തനം, അമൽ ചെയ്യാറിനാൽ അങ്ങനെയാണല്ലോ, അവർ എന്തൊരു താല്പര്യപ്രകാരമാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അതൊക്കെയും അവരെ സംബന്ധിച്ചിടത്തോളം ബാത്തിലായി മാറും. എന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം. ഖുർആനിൽ പല സൂറത്ത് ഇസ്രാ 18, 19, സൂറത്ത് ശൂറ 20 ഈ ആയത്തുകളിലൊക്കെ ഇങ്ങനെയുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ, ആരെങ്കിലും ഇഹലോക ജീവിതമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, വസീനത്തഹ, അവിടുത്തെ അലങ്കാരവും, നുവഫി ഇലൈഹിം അഅ്മാലഹും ഫീഹ, അവരുടെ പ്രവർത്തന ഫലങ്ങൾ നാം അവിടെ വെച്ച് തന്നെ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. വഹും ലാ യുബ്ഖസൂൻ, കുറവ് വരുത്തപ്പെടുകയില്ല. ഉലൈക അല്ലദീന ലൈസ ലഹും, ഉലൈക അല്ലദീന, അവരാണ് ഈ വിഭാഗം ആൾക്കാർ, ലൈസ ലഹും, അവർക്കുണ്ടാവുകയില്ല, ഫിൽ ആഖിറത്തി, പരലോകത്ത്, ഇല്ല നാറു, നരകമല്ലാതെ, വഹബിത്വ മാ സ്വനഉ, അവർ പ്രവർത്തിച്ചതൊക്കെയും നഷ്ടപ്പെട്ടു പോകും, പാഴായി പോകും. വബാത്തിലും മാ കാനു യഅ്മലൂൻ, അവർ പ്രവർത്തിച്ചതൊക്കെയും അവർക്ക് നിഷ്ഫലമായി മാറുകയും ചെയ്യും. ഇത്തരം ദയനീയമായൊരവസ്ഥ, അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാവുക, ഇത് വളരെ വല്ലാത്തൊരു ദയനീയ സ്ഥിതിയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹ് റിയായിൽ നിന്നും അതുപോലെയുള്ള മറ്റു ദുഷ്പ്രേരണകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ തമ്പുരാനെ. നിന്റെ ഇഷ്ടവും നിന്റെ പ്രീതിയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുന്ന, ഇബാദത്തുകൾ ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങളിലും മുസ്ലിമീങ്ങളിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ